വീട് എന്നത് ഒരു ആർഭാടമാകുന്ന ഈ ഒരു കാലത്ത് ഡോക്ടർ ദമ്പതിമാര് നിർമ്മിച്ചൊരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വീട് എന്ന് വെച്ചാൽ തറവാട് വീടിന് ചാരിയിട്ടുള്ള പ്ലോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. തറവാട് വീടിന് മുകളിൽ വീടാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ അവർ സമ്മതിച്ചില്ല. ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത സ്ഥലം തന്നു, ഇവിടെ ആക്കാന്ന് വെച്ചു. മക്കളെല്ലാരും ഇപ്പൊ ഞങ്ങളെ മക്കളാണെങ്കിലും തറവാട്ടിലെ കുട്ടികളാണെങ്കിലും എല്ലാരും കൂടി ഇവിടെ ഹാപ്പിയാണ്. ഞങ്ങൾ രണ്ടുപേരും താഴെ കിടന്നാല് രണ്ടുപേരും മേലെ ആയി കഴിഞ്ഞാല് കിഡ്സ് റൂമിൽ തന്നെ ഞങ്ങളൊരു ഫാമിലി പോവല്ലേ. ഈ ഹാളിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങളും ശ്രദ്ധിക്കുന്നത് ഈ സ്റ്റെയർ ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വീട് എന്നത് ഒരു ആർഭാടമാകുന്ന ഈ ഒരു കാലത്ത് 7 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ ഡോക്ടർ ദമ്പതിമാർ നിർമ്മിച്ചൊരു വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ പരിചയപ്പെടുത്തണ്ടേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. നമ്മൾ അരീക്കോട് കാരിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീട് എന്ന് വെച്ചാൽ തറവാട് വീടിന് ചാരിയിട്ടുള്ള പ്ലോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. 7 സെൻറ്റാണ്. ഡോക്ടർ ഫാസിൽ ആൻഡ് ഡോക്ടർ മുഫ്സില ദമ്പതികളുടെ വീടാണ്. 2400 സ്ക്വയർ ഫീറ്റ് ആണ് ഇതുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ വീടിന് ഒരു കാർ പോർച്ച് ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാർ പോർച്ചിനെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയുന്നത്. ഈ ഒരു വലിയ സ്ട്രക്ചറിനെ ഒരു 3 മീറ്ററിലധികം ഇങ്ങോട്ട് കാൻഡിലിവർ ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. തൂണില്ലാത്ത ഒരു കാർ പോർച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് കാണാൻ പറ്റാത്തത്. സ്റ്റെപ്പിനെ ഈ ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പോൾ സിറ്റ് ഔട്ടിലൊന്നും കൂടെ സൗകര്യമായി. അതുപോലെ വലിയ മുറ്റം കിട്ടുകയും ചെയ്തു. ചെറിയ പ്ലോട്ടാണെങ്കിലും മുറ്റമൊക്കെ അടിപൊളി വേണ്ടേ. പിന്നെ അതിനപ്പുറം മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യുന്ന എന്നുള്ളതാണ്. ഈ ഒരു സൈഡിൽ വരുന്ന പ്ലോട്ടിനെ നമുക്ക് വണ്ടി കയറാനുള്ള ഒരു ഗ്യാപ്പ് ഒഴിവാക്കി ബാക്കിയെല്ലാം ബഫല്ലോ ഗ്രാസ്, നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തു. റബീഹ് അതാണ് ഈ വീടിൻ്റെ പേര്. അതുപോലെ തന്നെ മറ്റൊരു ഐഡിയയാണ് ഈ ഒരു ഹൈ ലെവൽ ഫെൻസ് കണ്ടില്ലേ. ഇത് ഫുള്ള് ഗ്രീനറി കൊണ്ട് നിറച്ചത് എന്ന് വെച്ചാൽ അപ്പുറത്തൊരു ബിൽഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതിന് ഒരു എന്നാൽ അതൊരു ബോറാവുകയും ചെയ്തല്ലോ. അതുകൊണ്ടാണ് ഈ നാച്ചുറൽ പ്ലാന്റിനെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ നേരെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്. നാച്ചുറൽ ഫ്ലോർ ആണ്, നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ഫ്ലോർ ആണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ഹിഡൻ ഏരിയ ഉണ്ട്. അത് പറയുന്നതിന് മുമ്പേ വീടിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞേക്കാം. ഒലീവ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരു ഐവറി ടച്ചിലെ ലൈറ്റ് കളറും കൂടെ വന്നപ്പോൾ ടോട്ടൽ ആംബിയൻസ് അടിപൊളിയായി. മേലെ നോക്കുകയാണെങ്കിൽ സ്റ്റോൺ ക്ലാഡിങ് കാണാം. RR ക്ലാഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വീടിനൊരു എടുപ്പ് നൽകുന്നുണ്ട്. വീടിൻ്റെ 2 സൈഡിലും അതേ സ്റ്റോൺ ക്ലാഡിങ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ടോപ്പിൽ ഒരു ഓപ്പൺ ടെറസിനെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ, ഇത്രയും ചെറിയ പ്ലോട്ടാണ്, നീളത്തിലുള്ള പ്ലോട്ടാണ്, കറക്റ്റ് സ്ക്വയർ പ്ലോട്ടല്ല എന്നിരിക്കെ നമുക്ക് അതിൽ വീട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ആംബിയൻസ് കൊണ്ടുവരാൻ പറ്റുമോ, സൗകര്യങ്ങൾ വരുമോ എന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതാ ഉള്ള സ്ഥലത്ത് ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ബഫല്ലോ ഗ്രാസുകളാണെങ്കിലും കലാത്തിയ പ്ലാന്റ്സ് ആണെങ്കിലും അതിലേക്ക് മാച്ച് ചെയ്യുന്നുള്ള RRൻ്റെ ക്ലാഡിങ് ആണെങ്കിലും ജാളി ഡിസൈൻസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായി. ഇതൊരു ചെറിയ ഏരിയയാണ്, പക്ഷേ ഒരു വലിയ ആംബിയൻസ് ഇത് നൽകുന്നുണ്ട്. ഇപ്പോൾ നല്ല ഒരു ക്ലൈമറ്റിലൊക്കെ ഇവിടെ നമുക്കൊരു ഗാദറിംഗ് ഒക്കെ നടത്തുമ്പോൾ ഒരു അടിപൊളിയാകും. ഇതുപോലുള്ള വെറൈറ്റി ഐഡിയാസൊക്കെ ചെറിയ വീടാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ടൈലുകളാണ് 6x4 ടൈലുകളാണ്, മാറ്റ് ഫിനിഷ് ആണ്. അതിന് തന്നെ 45 ചെയ്തിട്ടാണ് ഈ കാണുന്ന ബ്രൗൺ കളർ ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഡോറുകളും വിൻഡോയും വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വുഡൻ ഇരിപ്പിടം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഐഡിയ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഡോക്ടർ ഫാസിലും ഡോക്ടർ മുഫ്സിലയാണ് കൂടെ ഉള്ളത്. വീണ്ടും ചോദിക്കുകയാണ്, ഇതുപോലുള്ള ഒരു സ്ഥലത്ത് വീട്, ശരിക്കും ഒരു ഡോക്ടർ ഫാമിലിയുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രാൻഡ് വീടാണ് കാണാം. ഇവിടെ എത്ര സിംപ്ലിസിറ്റി, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നമ്മൾ ശരിക്കും വളരെ ചെറിയൊരു വീട് മതി എന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഒന്ന് ഞങ്ങൾ രാവിലെ പോയി കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ഇവിടെ എത്തുള്ളൂ.
അപ്പൊ തന്നെ പിന്നെ ചെറിയ വീട് മതി, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും വേണമല്ലോ. അതെ അതെ. രണ്ടാമത്തത് ഈ തറവാട് വീടിന്റെ മുകളിൽ തന്നെ വീടാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ അവർ സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത് സ്ഥലം തന്നു, എന്നാ ഇവിടെ ആക്കാന്ന് വെച്ചു. വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അങ്ങനെയാണ് ഇവിടെ അല്ലെ, സ്നേഹം കൊണ്ട് പുറത്താക്കിയാണ്. സ്നേഹം കൊണ്ട് പുറത്താക്കിയതാണ്. അതായത് തൊട്ടടുത്തന്നെ വേണമാണ് അല്ലേ. അതെ, ഒരു 7.5 സെന്റ് ആണ് പ്ലോട്ട് കിട്ടിയത്. അതില് വീട് വെച്ചു അല്ലെ. 2400 സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളൂ. ഇവിടെ തന്നെ വെക്കാൻ കാര്യം, മക്കള് ഇപ്പം നമ്മൾ മാറിക്കഴിഞ്ഞാല് അവര് 3 മക്കളുണ്ട്. അപ്പൊ അവര് ഒറ്റപ്പെടും. അപ്പുറത്ത് അവര് കസിൻസിന്റെ മക്കളുണ്ടാവും. അപ്പൊ അവർ കൂടെ കളിക്കാനും അതൊക്കെ ഒരു അവസരം ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാരും അത്ര അറ്റാച്ച്ഡ് ആണ്. ഒരുമിച്ചിരിക്കാൻ തന്നെ നമുക്ക് ഇഷ്ടം, ദൂരെ പോകുന്ന അവർക്ക് ഇഷ്ടമല്ല. ഡോക്ടേഴ്സ് ആണ്. അപ്പോ ഇതിന് വീട് അടുത്തല്ല, നമ്മളെ കീശ്ശേരി ആണല്ലേ ക്ലിനിക്ക് വരുന്നത്, ഒലിവ് ഹോമിയോപ്പതി. ഇപ്പൊ ഈ വീട്ടില് നമ്മള് സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കോർട്ട്യാർഡ് ഉണ്ട്, കിഡ്സ് റൂം ഉണ്ട്, ജിം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ വീട്ടില് ഇത്ര മതിയല്ലേ ഒരു ഫാമിലിക്ക്? ഇത്ര മതി? എന്താ ഞങ്ങൾക്ക് ഈ കിഡ്സ് റൂമിൽ തന്നെ ഞങ്ങൾ എല്ലാരും കൊള്ളും. ഞങ്ങൾ രണ്ടുപേരും താഴെ കിടന്നാല് രണ്ടുപേരും മേലെ ആയി കഴിഞ്ഞാല് കിഡ്സ് റൂമിൽ തന്നെ ഞങ്ങളൊരു ഫാമിലി പോകൂല്ലേ? അപ്പൊ അത്രയും മതി വെച്ചാൽ ധാരാളം. ഇന്നത്തെ കാലത്ത് ഒരുപാട് വലിയ വീടുകൾ ഉണ്ടാക്കി വെറുതെ റൂമുകൾ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന് എതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. കൊറേ സ്ഥലവും സൗകര്യങ്ങളും സമയവും ഉള്ള ആൾക്കാരുണ്ടാക്കിക്കോട്ടെ. ഞങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനോ സത്യം പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യാൻ പോലുള്ള ഒരു സമയമില്ല. ഇപ്പൊ ഇവിടെ ഉള്ള കോർട്ട്യാർഡിൽ തന്നെ ഞാൻ ഇറങ്ങി ഇരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇരുന്ന് ഇത്രയും ചെറിയ സ്പേസ് ആയിട്ട് അമ്മക്ക് അത്ര ടൈമേ ഉള്ളൂ. അപ്പൊ കുറെ ടൈമും കുറെ സ്പേസും ഒക്കെ ഉള്ള ആൾക്കാർ ചെയ്യട്ടെ. ഞങ്ങളെ ഹാപ്പിനെസ്. അതെ അതെ. അപ്പൊ ഓരോ ഫാമിലിയുടെ അവരുടെ ടൈമിനും സ്പേസിനും അനുസരിച്ച് അവർ ചെയ്യാം അല്ലെ. നമുക്ക് ഇതാണ് ഓക്കെ. അപ്പൊ റോഡ് സൈഡിലാണ്, പെട്ടെന്ന് ആക്സസ് ചെയ്യാം. 2400 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ യൂസ് ചെയ്യാറുണ്ടോ? വളരെ കുറവാണ്. ഗസ്റ്റ് വരുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. ഗസ്റ്റ് വരുമ്പോൾ അത് യൂസ് ചെയ്യാം. ജിമ്മ് ഫസ്റ്റ് ഫ്ലോറിൽ, അതുകൊണ്ട് ജിമ്മ് യൂസ് ചെയ്യും. അങ്ങനെ TV ഏരിയ ഉള്ളതുകൊണ്ട് മക്കളും ഒരു നേരം കുറച്ച് സമയം ടിവിയിലുണ്ടാവും. ഓക്കെ. ഈ ഒരു വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരിക്കും? ഫാസിലിന് എന്താണ് ആദ്യം പറ. എനിക്ക് ഇഷ്ടപ്പെട്ട ബെഡ്റൂമാണ്. പിന്നെ കിച്ചൺ ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് സ്പേസ്. പിന്നെ വൈകുന്നേരങ്ങളിൽ മക്കളെല്ലാവരും, ഇപ്പൊ ഞങ്ങളെ മക്കളാണെങ്കിലും തറവാട്ടിലെ കുട്ടികളാണെങ്കിലും എല്ലാരും കൂടി ഇവിടെ കളിക്കാൻ ഇഷ്ടംപോലെ സ്പേസും ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ മക്കൾ മാത്രമായി ഞങ്ങൾ കുറെ സ്പേസ് ഉണ്ടാക്കിയിട്ടിട്ടും കാര്യമില്ല. അവരും കൂടി ഉള്ളതുകൊണ്ടാണ്, ആ മക്കളും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളെ മക്കളെ ലൈഫും ആ മക്കളുടെ ലൈഫൊക്കെ കുറച്ചും കൂടി കളർഫുൾ എൻജോയബിൾ ഒക്കെ ആണ്. വൈകുന്നേരങ്ങളിൽ അവര് ഫുൾ എൻഗേജ്ഡ് ആണ്. നമ്മൾ എത്താൻ ലേറ്റ് ആയാൽ പോലും അവര് ഹാപ്പിയാണ് അല്ലേ. ഇതിൽ പിന്നെ നമ്മൾ ഏറ്റവും ഭംഗിയായി ചെയ്തത് ലാൻഡ്സ്കേപ്പിംഗ്. നമുക്ക് അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ഇത്രയും ചെറിയ വീടിന് ചുറ്റും ലാൻഡ്സ്കേപ്പ് ആയല്ലോ. നമ്മള് മൊത്തം ലാൻഡ്സ്കേപ്പിംഗ് വേണം നിർബന്ധം. വീടിന്റെ അകമൊന്നും ആയില്ലെങ്കിൽ ചെടിയൊക്കെ നല്ല രീതിയിൽ ഒരു ഗ്രീനറി വേണം. ഒരു ആ രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം. അത്രയും ചെറിയ സ്പേസിൽ അവർ നല്ല രീതിയിൽ ചെയ്തു തന്നു. അപ്പൊ അത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ മുറ്റം അല്ലേ. മുറ്റവും സൈഡ് കോട്ടി, ഞാൻ ഈ സൈഡിലൂടെ ഒക്കെ നടന്നു. അടിപൊളി വൈബാണ്. രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഈ ഒരു ഇതിന് നിങ്ങൾ ചെയ്തതിനും ഒരുപാട് നന്ദി. വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പാസേജിൽ നല്ലൊരു ബേ വിൻഡോ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഇരിക്കാം. ഈ ഗാർഡൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പിന്നെ നമുക്ക് വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ്. ഈ ഹാളിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങളും ശ്രദ്ധിക്കുന്നത് ഈ ഒരു സ്റ്റെയർ ആയിരിക്കും. പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലോർ മുതലാണ്. ഫ്ലോറിൽ കണ്ടില്ലേ, നല്ല ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. വുഡൻ ടൈലിൻ്റെ പ്ലങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അത് സാറ്റിൻ ഫിനിഷിലുള്ള വലിയ 6x4 ടൈലുകളാണ്. ഇതേ ഒരു പാറ്റേൺ മേലേക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ ഐഡിയ സീലിംഗിൽ ട്രാക്ക് ലൈറ്റോട് കൂടിയായിട്ടോ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഏരിയ എല്ലാം പ്ലെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയ ഡൈനിങ് സ്പേസ് ആണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ എൻഡിൽ നമുക്ക് നല്ലൊരു സ്ലൈഡിങ് ഡോർ കാണാം. UPVCയിലാണ് ചെയ്തിരിക്കുന്നത്. UPVCയിൽ ചെയ്ത ഈ ഒരു സ്ലൈഡിങ് ഡോർ തുറന്ന് ആദ്യം തന്നെ ബാക്കി കാഴ്ചകളിലേക്ക് നേരെ കയറാം. ചെറിയൊരു കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡിൽ ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വീൻ ബാഗ് ഇവിടെ സെറ്റ് ചെയ്ത് എന്നുള്ളതാണ്. വീൻ ബാഗ് ഈ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പെബൽസ് വരുന്നുണ്ട്, അതുപോലെ ജാലി ഡിസൈൻസ് വരുന്നുണ്ട്. മാക്സിമം സെക്യൂരിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നാച്ചുറൽ ലൈറ്റ് വരാൻ വേണ്ടി ഓപ്പൺ സ്പേസുകൾ മെറ്റലിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ നല്ലൊരു വാഷ് ബേസിനും വുഡൻ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്ലാന്റിനെ മേലേക്ക് പടർത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മഴവെള്ളം ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ റൂമിന് അല്ലെങ്കിൽ വീടിനൊരു ലൈവ്നെസ് നൽകുന്നതിന് സഹായകമാകും. അപ്പോൾ വീട്ടിൽ ഇതുപോലുള്ള സ്പേസുകളൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.
പ്രൈവസിയോട് കൂടിയ സിമ്പിളായിട്ടുള്ള ഒരു ലിവിങ് ആണ് നമ്മൾ കാണുന്നത്. 3+2 സോഫകളാണ്, ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ്, നല്ലൊരു മാച്ചിങ് ആയിട്ട് തോന്നി. ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സെൻറ്റർ ടേബിളും നല്ലൊരു കാർപ്പറ്റും കൊടുത്തു. സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കർട്ടൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ വിൻഡോ വരുന്നതുകൊണ്ട് പ്ലീറ്റഡ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഐവറി തീമാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഹൈലൈറ്റർ ആയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് ഗ്രേയിൽ കൊടുത്തു. മേലെ ഒരു കോവ് ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ സിമ്പിൾ ലിവിങ് അടിപൊളിയായി. നമ്മളിനി മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. 3:20 സൈസാണ് കേട്ടോ വരുന്നത്. വുഡൻ ആയിട്ടുള്ള പ്ലങ്സ് ആണ് ഈ ഒരു പാസേജിൽ നേരെ എൻഡ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഒരു ക്രീം കളറിൽ അല്ലെങ്കിൽ ഒരു ഐവറി ടോണുള്ള ടൈലുകൾ കാണാൻ പറ്റുക. ഇതാ ബെഡ് കോട്ട് ഒരു സൈഡിലേക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഹെഡ് ബോർഡിനെ ഈ ഒരു വാളിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ. കാരണം ഒരു സൈഡ് ടേബിൾ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ ബെഡ് കോട്ട് ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് എങ്ങനെ ഒരു സൈഡിൽ മാത്രം സൈഡ് ടേബിൾ കൊടുക്കുക എന്നുള്ളത്. അതൊരു കോംപ്ലിക്കേഷനേ അല്ല. സൈഡ് ടേബിൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസ് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യം. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നല്ല അടിപൊളി വേ വിൻഡോ, അതിന് വുഡൻ കവറേജ്, ടോപ്പിൽ സ്റ്റോറേജ്. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർട്ട്യാർഡിലേക്കുള്ള വ്യൂവും കൂടെ ആണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ ഏരിയ. ഈ ഒരു സൈഡിലേക്കാണ് വലിയ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പ്ലെയിൻ കളറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ കളർ കൊടുത്തു. ഡ്രസ്സിങ് ഏരിയ കൊടുത്തു. വലിയ വിൻഡോ ആണ്. അതിലേക്ക് പ്ലീറ്റഡ് കേർട്ടൻസും ഐവറി കളർ ടോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള കിഡ്സ് ബെഡ്റൂമാണ് കാണാൻ പറ്റുന്നത്. കൂടുതൽ ഹെവി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബെഡ് കോട്ടുകളാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ബെഡ് കോട്ട് ഡബിൾ ഡെക്കറായിട്ട് വന്നു. അത് ഇങ്ങോട്ട് വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വലിയ ബെഡ് കോട്ടും മേലെ ചെറുതായിട്ടും. ഇത് മെറ്റലാട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ മേലെ നമുക്കറിയാം ഒരു കുട്ടിക്ക് കിടക്കാം, ഇവിടെ 2 കുട്ടികൾക്ക് കിടക്കാം. അതിലേക്കുള്ള സ്റ്റെപ്സ് ശ്രദ്ധിക്കണം. ഇതാണ് വുഡനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്കിതാ ഒരു വലിപ്പുകൾ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡ്രോവേഴ്സ് കൊടുക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ്. മാക്സിമം സ്റ്റോറേജ് ഇതിൻ്റെ താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു വാർഡ്രോബ് ഇവിടെ കാണാൻ പറ്റും. ഈ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് വുഡനായിട്ടുള്ള ഒരു ഏരിയയിലൂടെ കാണാം. ഈ റൂമിൻ്റെ ഓണർ ഇവിടെ തന്നെയുണ്ട് കേട്ടോ. നമ്മൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാക്സിമം സ്റ്റോറേജ്, മാക്സിമം സിമ്പിൾ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട ഒരു കിഡ്സ് ബെഡ്റൂം. അതാകുമ്പോൾ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡിനെ ഒരു സൈഡിലേക്ക് മാറ്റിയപ്പോൾ കൂടുതൽ സ്പേഷ്യസ് ആയി ഈ റൂം. നമ്മൾ കാണുന്ന ഒരു ഐലൻഡ് കിച്ചൺ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഏരിയയിൽ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതിനെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തു ഈ ഒരു കിച്ചണിൽ. നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. മൊത്തം ഐവറി ടോണിലാണ്. അതായത് ലൈറ്റ് കളറിലേക്ക് വരുമ്പോൾ ചെറിയ കിച്ചൺ ആണെങ്കിൽ നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്യില്ല. അതുമാത്രമല്ല ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു ഐലൻഡ് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഐലൻഡ് കൂടെ വന്നപ്പോൾ നമുക്ക് മാക്സിമം ഏരിയ കിട്ടി. സ്റ്റവ് ഈ ഒരു സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇൻഡക്ഷൻ ഇവിടെ വന്നു. ഇങ്ങനെ വരുമ്പോൾ കുക്കിംഗ് ഏരിയ ഇവിടെ ഒതുങ്ങി, അതായത് ഈ സെൻറ്ററിൽ ഒതുങ്ങി. മാക്സിമം സ്റ്റോറേജ് ഈ ഒരു ഭാഗത്തും കൂടെ ഇതിനകത്ത് തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു കൺജഷൻ വരുന്ന ഭാഗം അവിടെ ഒതുങ്ങി എന്നുള്ളത് തന്നെ. അതായത് കുക്കിംഗ് ആണല്ലോ കിച്ചണിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം, അത് ഇവിടെ ഒതുങ്ങി. മാക്സിമം ഇവിടുന്ന് പുക വലിച്ചെടുത്തോളും ഈ ഒരു ചിമ്മിനി. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു അപ്പർ കൗണ്ടർ യൂണിറ്റ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അത് ഈ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3-4 ആൾക്കാർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസായി. ബാക്കി വരുന്ന സിങ്ക്, വാഷിംഗ് ഏരിയ, അതുപോലെ സ്റ്റോറേജ്, അതൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഫ്രിഡ്ജ് ഇവിടെ വന്നു, ഓവൻ ഇവിടെ വന്നു, ബാക്കി സ്റ്റോറേജ്, അതുപോലെ നല്ല മൊറോക്കൻ ടൈൽസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ കാണുന്ന ഏരിയ എന്നാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ പുൾ ഔട്ട് യൂണിറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ ടാൻഡം ബോക്സുകളാണെങ്കിലും, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഡിഷ് വാഷർ ആണെങ്കിലും എല്ലാം ഈ ഒരു കൗണ്ടറിനകത്ത് തന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ബോഡി ടൈലുകളാണ്, ഗ്രാനൈറ്റ് ടോപ്പ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഏത് കളറിലും ഇത് കിട്ടുമെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് അത് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ലാൻഡിങ് ഏരിയയിലെത്തി. ലാൻഡിങ് ഏരിയ വുഡൻ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ വരുന്നത്. നേരെ വുഡൻ ടൈലുകൾ കാണാം. ഈ ഒരു ലാൻഡിങ്ങിൽ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്, സ്റ്റഡി ഏരിയ. മിക്ക വീടുകളും സ്റ്റഡിക്കായിട്ട് സെപ്പറേറ്റ് ഏരിയകൾ ഉണ്ടാവാറില്ല. എന്നാലൊരു 2400 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്ലേസും കൂടെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ 2 കുട്ടികൾക്ക് സുന്ദരമായിട്ട് പഠിക്കാനുള്ള ടേബിള്, ഡ്രോവേഴ്സ്, അതുപോലെ എക്സ്ട്രാ ക്യാബിനറ്റ്, ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റും ഉണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകേണ്ടതുള്ളൂ. ഇനി വീണ്ടും നമ്മൾ ലാൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഹാൻഡ് റെയിൽ കണ്ടപ്പോൾ ഒന്നും കൂടെ പറയണമെന്ന് തോന്നി. വുഡൻ ഹാൻഡ് റെയിലാണ്. പക്ഷേ ഈ ഒരു ഹാൻഡ് റെയിലിന് ഹാൻഡ് ഗ്രാബ് അല്ലാതെ ഹാൻഡ് റെയിലിൻ്റെ സ്റ്റൈൽ കാണില്ല. ഒരു സ്പെഷ്യൽ ഡിസൈനാണ് ഇതിലേക്ക് ഡിസൈനർ കൊണ്ടുവന്നിട്ടുള്ളത്.
ഈ ഒരു വീട് മൊത്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അബൂബക്കർ അസോസിയേറ്റ്സ് ആണ്, മലപ്പുറത്താണ് കേട്ടോ. ഇതാ വുഡൻ സ്റ്റെപ്പുകൾ വീണ്ടും നമ്മൾ മേലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എത്താൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഷാൻഡിലിയർ, അതുപോലെ തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റൽ വാൾ. ഇതിനപ്പുറത്തേക്ക് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഡേഞ്ചർ ആണല്ലോ, അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ഹാളിൽ ഇവിടെ ഒരു സോഫ സിറ്റിംഗ്, നമുക്കൊരു ബെഡ് കൂടെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ സെറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ TV ഏരിയ കൂടിയാണ് ഈ ഒരു ഭാഗം. ഇവിടെ നല്ലൊരു TV യൂണിറ്റ് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാളിൽ ഹാങ്ഡ് ആണെങ്കിലും നിലത്ത് തട്ടുന്ന രീതിയിലല്ല, ലെഗ് ഡിസൈനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാ 2 ബെഡ്റൂമുകൾ മേലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഒരു ബെഡ്റൂം ഉപയോഗിക്കുന്നത് ജിമ്മായിട്ടാണ്. ഇപ്പോൾ ജിംനേഷ്യം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. അതുപോലെ ഒരു സീറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഇവിടെ ഫിക്സഡ് ആണ്, അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആരോഗ്യം കൂടെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഒരു റൂമിനെ ജിം ആക്കുന്നതിൽ തെറ്റില്ല അല്ലേ, ശരിയല്ലേ? വാ ബെഡ്റൂം കാണാം. ഏകദേശം 4:20 3:70 സൈസുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കളർ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു ബെഡ്റൂം വേണം എന്ന് തോന്നുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ബെഡ്റൂം. എന്താല്ലേ ബെഡ് കോട്ട്, കളർ കോമ്പിനേഷൻ അടിപൊളി. ഈ കാണുന്നത് എന്താണ് മെറ്റീരിയൽ എന്നല്ല നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാൾപേപ്പറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ ബീഡിങ് കൊടുത്തു, നല്ല ചാർക്കോൾ പാനൽ കൊടുത്തു, അതുപോലെ ഒരു ക്യാൻഡിലിവർ ആയിട്ടുള്ള ബെഡ് കോട്ട് ഇവിടെ ഡിസൈൻ ചെയ്തു. നല്ല മാച്ച് ചെയ്യുന്ന രീതിയിൽ വാർഡ്രോബ് സ്ലൈഡിങ് ഫ്ലൂട്ടഡ് പാനൽ കൊണ്ട് ചെയ്തിട്ടുള്ള സ്ലൈഡിങ് വാർഡ്രോബാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ വിൻഡോ ആണ്, റോമൻ ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ കൊടുത്തിരിക്കുന്ന കേർട്ടൻ്റെ കാര്യം, വലിയ കേർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് പ്ലീറ്റഡ് കേർട്ടനിൽ കൊടുത്തു, അതിന് മാച്ച് ചെയ്യുന്ന ഷിയർ കൊടുത്തു. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ UPVC വിൻഡോയിലെ സ്ലൈഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പല ടൈപ്പ് വിൻഡോകൾ പരിചയപ്പെടുത്തിയാണ് നമ്മളെ പേജിൽ അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ നമുക്കിവിടെ എടുത്ത് പറയാനുള്ളത് ഇതുപോലെ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തു. ഇവിടെ കണ്ടില്ലേ കാർപ്പറ്റിന് പകരം കൊടുത്ത റഗ് കണ്ടില്ലേ, പല ടൈപ്പ് വരുന്നുണ്ട് ഇതുപോലുള്ള റഗ്ഗുകൾ. അതുപോലെ ഈ ഒരു സ്റ്റൂള് കണ്ടില്ലേ, പൂഫ് എന്നാണ് പറയേണ്ടത്. നമുക്ക് ഇതുപോലെ ഡ്രസ്സിങ് ഏരിയയിൽ സിമ്പിളാക്കി അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ TV ഏരിയ ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു ബാൽക്കണി കൂടെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പറയേണ്ടിയിരിക്കുന്നു. ബാൽക്കണിയിലേക്ക് ഇങ്ങനെയാണ് ഇറങ്ങാൻ പറ്റുക. ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പ്ലാന്റ് കൊടുത്തു, നല്ല സിമ്പിളായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു റൂം ആകുമ്പോൾ ഒരു ബാൽക്കണി വേണമെന്ന് പറയാറുള്ളത്, അത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒരു മനോഹരമായിട്ടുള്ള വീട്, ഡോക്ടേഴ്സിൻ്റെ വീട്. നമുക്കറിയാം ഓവർ ആർഭാടങ്ങളില്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട് പണിയുമ്പോൾ നിങ്ങളുടെ പ്ലോട്ട് എത്ര ചെറുതാണെന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിന് അബൂബക്കർ അസോസിയേറ്റ്സിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടി എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. അപ്പോൾ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.